വന്യമൃഗശല്യത്തിന് പരിഹാരം തേടി കോൺഗ്രസ് പ്രവർത്തകർ കോതമംഗലം DFO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കോതമംഗലം കവളങ്ങാട് കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികൾ സംയുക്തമായാണ് സമരപരിപാടികൾ സംഘടിപ്പിച്ചത്. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ ആനസമരം ഉദ്ഘാടനം ചെയ്തു. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ കവളങ്ങാട്, കീരമ്പാറ, കോട്ടപ്പടി, പിണ്ടിമന, കുട്ടമ്പുഴ പഞ്ചായത്തുകളിൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ട് കാലങ്ങളായി. ജനങ്ങളുടെ വീടുകളും കൃഷിയിടങ്ങളും കാട്ടാനയിറങ്ങി നശിപ്പിക്കുന്നത് നിത്യസംഭവമാണ്. വനപാതയിലൂടെ സഞ്ചരിക്കുന്ന വാഹനയാത്രികർക്ക് നേരെയും വന്യമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിട്ടുണ്ട്. എന്നിട്ടും പ്രശ്നം പരിഹരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ മടിക്കുന്നതിനെതിരെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോതമംഗലം DFO ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. കമ്മിറ്റികൾ സംയുക്തമായി സംഘടിപ്പിച്ചിട്ടുള്ള ഉജ്ജ്വലമായ പ്രതിഷേധ മാർച്ച് ഈ വഴിത്താരയിലൂടെ ഇതുവഴി കടന്നു മൂലം കൃഷിനാശം സംഭവിച്ച് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഇന്നാളിലെ സാധാരണക്കാർക്ക് വേണ്ടി, മണ്ണിൽ പണിയെടുക്കുന്നവർക്ക് വേണ്ടി, കർഷകർക്ക് വേണ്ടി, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി അധികാരവർഗത്തിന്റെ കണ്ണിലെത്തിക്കുന്നവരെ ഈ അവകാശ സമരത്തിൽ നിന്ന് മണിവരെ പിന്നോട്ടില്ലെന്നവർക്ക് ആഗ്രഹമായി കോൺഗ്രസ് കോതമംഗലം കവളങ്ങാട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരപരിപാടികൾ. KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ആനയുടെ നിശ്ചല ദൃശ്യം ഉൾപ്പെടുത്തിയായിരുന്നു പ്രകടനം ആരംഭിച്ചത്. ആനസമരം എന്ന് പേരിട്ട പ്രതിഷേധത്തിൽ നൂറുകണക്കിന് ആളുകൾ അണിനിരന്നു. മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. നിയോജക മണ്ഡലത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള വന്യമൃഗശല്യം നേരിടുന്ന ഗ്രാമപഞ്ചായത്തുകൾക്ക് ട്രഞ്ച് കുഴിക്കാൻ അനുവാദം നൽകാത്തത് കടുത്ത പ്രതിഷേധാർഹമാണെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ആദ്യം ഈ വിഷയത്തിന്റെ ഗൗരവം സർക്കാരിനെയും ഭരണാധികാരികളെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി നിരവധി ചെറിയ സമരങ്ങൾ ഞങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഈ വിഷയം പ്രസ്താവനയായും നിവേദനങ്ങളായും ഭരണ നേതൃത്വങ്ങൾ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് വളരെ ദാരുണമായി കാഞ്ഞിരപ്പള്ളിയിൽ ഇന്ദിര എന്ന് പറയുന്ന ഒരു വീട്ടമ്മ കൊല്ലപ്പെടുകയും അത് വലിയൊരു വികാരമായി, നാടിന്റെ വികാരമായി ഉയർന്നു വരികയും ആ പ്രദേശത്തെയും ഇതര പ്രദേശങ്ങളിലെയും ജനങ്ങൾ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ തടിച്ചുകൂടി ബഹുമാനായ MPയെയും എന്നെയും ഇങ്ങോട്ട് ക്ഷണിച്ച് നമ്മളൊരു ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ബഹുമാനായ സമീർ ഇവിടെ സൂചിപ്പിച്ചു. എന്തോരം ജനകീയ സമരങ്ങൾ, എന്തോരം ജനകീയ വിഷയങ്ങൾ കണ്ടിട്ടുള്ള നാടാണ് കേരളം. ഒരു ജനകീയ സമരത്തോട് ഒരു സർക്കാരും സ്വീകരിച്ചിട്ടില്ലാത്ത സമീപനമാണ് അന്ന് ഇവിടുത്തെ ഭരണ നേതൃത്വം സ്വീകരിച്ചത്. ഈ കോതമംഗലത്തിന്റെ നഗരഹൃദയത്തിൽ നിന്നും ആ ഒരു ഡെഡ് ബോഡി, അന്നത്തെ ആ മൃതശരീരം പോലീസിനെ ഉപയോഗിച്ച് ബലമായി പിടിച്ചെടുത്ത് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന കാഴ്ച നിങ്ങൾ കണ്ടതാണ്. ഒരു ജനകീയ സമരത്തെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി എത്ര കിരാതമായ മാർഗമാണ് അന്ന് ഈ സർക്കാർ പ്രയോഗിച്ചത്. നമ്മൾ പിന്നോട്ട് പോയില്ല. ഇവിടുത്തെ നേതാക്കന്മാരെല്ലാവരും അവിടെ വെച്ച് തന്നെ വീണ്ടും സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. നമ്മൾ സമരവുമായി മുന്നോട്ട് പോയി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ വിഷയം അവതരിപ്പിക്കുമെന്നും MLA അറിയിച്ചു. നിയോജക മണ്ഡലം പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷത വഹിച്ചു. ബാബു ഏലിയാസ്, AG ജോർജ്, KP ബാബു, PP ഉതുപ്പാൻ, അബു മൊയ്തീൻ, എബി എബ്രഹാം, KI ജേക്കബ്, PAM ബഷീർ, MK എൽദോസ്, KK സുരേഷ്, ഷൈമോൾ ബേബി, ജെസി സാജു, മാമച്ചൻ ജോസഫ്, രാജു എബ്രഹാം, പീറ്റർ മാത്യു, ജോളി വേട്ടമ്പാറ, ഭാനുമതി രാജു, എൽദോസ് കീച്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ചികിത്സായിടങ്ങളിൽ കടന്നു ചെന്ന് 10,000-ഓ 5,000-ഓ 2,000-ഓ ഒക്കെ നിങ്ങൾ പ്രഖ്യാപിച്ചിട്ട് പോകുന്ന സാമ്പത്തിക സഹായം കൊണ്ട് പ്രിയങ്കരനായ MLA ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിയില്ല എന്നാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകണമെങ്കിൽ ഇതിന് ഗവൺമെന്റ് തലത്തിൽ നിലപാടുകൾ ഉണ്ടാകണം, ഗവൺമെന്റ് തലത്തിൽ നടപടികൾ ഉണ്ടാകണം. നിങ്ങൾ ഏതെങ്കിലും വനം വകുപ്പ് മന്ത്രിയെ കുറ്റം പറഞ്ഞിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും വനം വകുപ്പ് ചട്ടങ്ങളെയും ഉപചട്ടങ്ങളെയും ഏതോ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെന്ന് നിങ്ങൾ പറയുന്ന ഈ ഫോറസ്റ്റ് നിയമങ്ങളെ പഴിചാരിക്കൊണ്ട് ഈ പ്രദേശത്തുള്ള കർഷകനും അവിടെ പ്രയാസം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾക്കും പ്രശ്നപരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയില്ല എന്ന വസ്തുത നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് ഈ സമരത്തിലൂടെ സൂചിപ്പിക്കാനുള്ളത്. RR ടീമിന്റെ സംരക്ഷണം ഉറപ്പാക്കുക, ട്രഞ്ചുകൾ നിർമ്മിക്കുക, വന്യമൃഗശല്യം നിയന്ത്രിക്കാൻ ശാസ്ത്രീയ പഠനം നടത്തുക, വന്യമൃഗങ്ങളിൽ നിന്നും ആക്രമണം നേരിട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങളും കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് Media 60 കോതമംഗലം.